പുലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒറിജിനൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. പുലിയോ കളിക്കാൻ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങിയ പുലിയോ അല്ല. തൃശ്ശൂരിൽ മറ്റത്തൂർ മുപ്ലിയിലാണ് ജനവാസ മേഖലയിൽ ഒരു പുലി ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1:30 മുപ്ലിയിലുള്ള ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടത്. വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ പുലിയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് പുലർച്ചെ 1:30 മുപ്ലിയിലെ വീട്ടിൽ ശരിക്കും പുലി ഇറങ്ങിയത്. ശരിക്കും പുലിയെ പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് വീട്ടുമുറ്റത്തിറങ്ങിയ പുലി. ആ പുലി ഇങ്ങനെ പതുങ്ങി കുറ്റിച്ചെടികൾക്കിടയിലൂടെ നടന്ന് ഇതാ പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. പുലി കളിക്കാൻ ഇറങ്ങിയ പുലിയാണോ? അല്ല. ക്യാമറയിലേക്ക് വന്ന് പോസ് ചെയ്തു. ഇതാ ചേട്ടൻ പോയി. ഇതാണ് ആ കാഴ്ച. മുപ്ലിയിലെ വീട്ടുമുറ്റത്താണ് ഈ പുലി ഇറങ്ങിയത്. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു. ജെയ്സൺ, ആ പുലി വരുന്നതും പോകുന്നതുമൊക്കെ ക്യാമറയിൽ വളരെ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. ഇന്ന് പുലികൾ ഇറങ്ങുന്നത് കൊണ്ടാണോ ഈ പുലി ഇറങ്ങിയത്? പുലി കളിക്കാൻ ഇറങ്ങിയതാണോ ഇവൻ? അരുൺകുമാർ, അത് തന്നെയാണ് സംശയം. തൃശ്ശൂരിൽ നിരവധി പുലികൾ ഇറങ്ങുമെന്ന് എങ്ങനെയോ അറിഞ്ഞു കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കുമെന്ന് സംശയമാണിപ്പോൾ. ഏതായാലും അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. മുപ്ലി ഭാഗത്ത് മറ്റത്തൂർ വില്ലേജിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്ലി ഭാഗത്താണ് വീടിന് മുമ്പിൽ ഒരു പുലി ഇറങ്ങിയത്. 1:30 ഈ സംഭവം. ഇത് വനത്തോട് ചേർന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് പുലി മാത്രമല്ല കാട്ടാനകളുടെയും അതിഭയങ്കരമായ ശല്യമുണ്ട്. നാട്ടുകാരുടെ നിരന്തരമായ പരാതികളുണ്ട്. നിരന്തരം കൃഷി നശിപ്പിക്കുന്ന കാട്ടാനകളുടെ ശല്യം, അതുപോലെ തന്നെ പുലിപേടിയിലേക്ക് കൂടി മറ്റത്തൂരിലെ ഈ പ്രദേശം വരികയാണ്. ഇന്ന് 1:30 സംഭവം. ഈ CCTV വെച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു ദൃശ്യവും ഇത്തരമൊരു യാഥാർത്ഥ്യവും അവിടെ ഉണ്ടെന്ന കാര്യം വീട്ടുകാരും നാട്ടുകാരും അറിയുന്നത്. ഇനി പുലിയെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. അതിനുവേണ്ടി വനം വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കൂട് വെക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. സംബന്ധിച്ച തുടർ നടപടിയിലേക്ക് വനവകുപ്പ് കടന്നിട്ടില്ല. ഏതായാലും മറ്റത്തൂരിൻ്റെ ഈ പ്രദേശം കാട്ടാനയ്ക്ക് പുറമെ പുലിപേടിയിൽ കൂടി അമരുകയാണ്. അരുൺകുമാർ.